ഹായ്. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ നല്ല ഭംഗിയുള്ള തത്രങ്കാവ് അമ്പലത്തിൽ ഇന്ന് ഉച്ചാറുവേലയാണ് കേട്ടോ. അമ്പലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ചെറിയൊരു അമ്പലമാണെങ്കിലും ഫ്രണ്ടിൽ പുഴയാണ്. പുഴ നടുക്കിലൂടെ നടന്ന് പോകാനുള്ള വഴികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഗ്രാമസൗന്ദര്യമുള്ള നല്ലൊരു അമ്പലമാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോഴും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ, അതിനൊട്ടും കുറവില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ തത്രങ്കാവ് അമ്പലത്തിൽ ഇന്ന് ഉച്ചാറുവേലയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ വൈബിലാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ വന്നതാണ് രാവിലെ. അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ ഉണ്ട്, അമ്മയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിത് അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആകാംക്ഷയോടെ തുമ്പി അപ്പോൾ മതിലിൽ കയറിയിരുന്ന് തറയും പൂതൊക്കെ വരുന്നത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അവരെപ്പോഴേലൊക്കെ എനിക്ക് ഒഴിവുള്ളപ്പോൾ മാത്രമേ കൊണ്ടുവരാറുള്ളൂ. കുറേ വന്നിട്ട് അവർ ചെറുതാകുമ്പോൾ അടുത്ത അമ്പലം വെച്ചാലും എപ്പോഴും വരാനൊന്നും പറ്റാറില്ല, എപ്പോഴേലൊക്കെ പോകാറുള്ളൂ കേട്ടോ. ഞാൻ പോയിട്ടന്നെ കുറേ ആയി. അപ്പോൾ രണ്ടുപേരെയും കൂട്ടി വന്നതാണ്. രണ്ടുപേരും കാഴ്ചകൾ കാണാനുള്ള ആകാംക്ഷയാണ്. ഇവരിത് കാണുന്നേക്കാൾ കൂടുതൽ അവരുടെ കണ്ണുകൾ പോയത് ചുറ്റും പൂരപ്പറമ്പിലാണ് കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊക്കെയാണ് കേട്ടോ. അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കയറ്റിയിരുത്തിയതാണ് കേട്ടോ. എന്താ പറയുക, ഉച്ചാറുവേല എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് എന്തോ ഒരു ഫീലിംഗാണ് കേട്ടോ. പണ്ടൊക്കെ ചെറുപ്പത്തിൽ നേരത്തെ എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ ഞങ്ങൾ പായസം വെക്കാനായിട്ട് വരും കേട്ടോ. പുഴയുടെ സൈഡിൽ ആ മതിൽ താഴെ പാറപ്പുറത്ത് കല്ലൊക്കെ കൂട്ടി വിറകൊക്കെ കൊണ്ടുപോയി അടുപ്പ് വെച്ച് പായസം വെച്ച് നേദിച്ചിട്ട് തിരിച്ച് വരും രാവിലെ ആകുമ്പോഴത്തേനും കേട്ടോ. അച്ഛൻ നിറപ്പറയൊക്കെ കൊടുത്തിരുന്നതാണ് കേട്ടോ. അപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം അതൊന്നും ചെയ്യാറില്ല. പക്ഷേ എന്തായാലും അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു നല്ല രസമാണ് കേട്ടോ. കണ്ടില്ലേ, തറയും ഭൂതം നടന്നു വരും പുഴയിലൂടെ. നല്ല ഭംഗിയാണത് കാണാൻ തന്നെ കേട്ടോ. ഇങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ഇതൊരു പ്രകൃതി നമുക്ക് നല്ല രീതിയിൽ നല്ല കാണാൻ കാഴ്ചകൾ ഒരുക്കിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അത് ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ പറയല്ല, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് നോക്കൂ. ഇത് അവർ നടന്നു വരുന്നതന്നെ കാണാൻ നല്ല ഭംഗിയാണ്. തിരക്ക് ഒരുപാടില്ലാണ്ടിരിക്കാൻ വേണ്ടി ക്യൂ ആയിട്ടാണ് തൊഴാൻ കയറുന്നത് കേട്ടോ എല്ലാവരും. ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല, പിന്നെ തിരക്ക് കൂടി വരികയാണ് കേട്ടോ. ഇന്ന് ക്ഷേത്രം അങ്ങനെ അടയ്ക്കൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയൊരു ആലുണ്ടായിരുന്നു ഇവിടെ. അതൊരു ആ മഴ സമയത്ത് മൊത്തം കടപുഴങ്ങി പോയി കേട്ടോ. അപ്പോൾ രാവിലെ തറയും പൂതമൊക്കെ കെട്ടി വരുന്ന ആളുകൾ അമ്പലത്ത് വന്ന് തൊഴുതിട്ടാണ് വീടുകളിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ തുമ്പി മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ കണ്ണൊക്കെ പുറത്തോട്ടാണ് കേട്ടോ. ബൊമ്മയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. 2 ദിവസം മുന്നേ വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം വന്ന് കാണിച്ച് ഡാൻസൊക്കെ കണ്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ബൊമ്മയൊക്കെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. പക്ഷെ അതൊന്നും അവർക്ക് പോരാ. കണ്ണ് മൊത്തം പൂരപ്പറമ്പിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ അമ്പലത്തിലൂടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. ആളുകളൊക്കെ പോകണം ഇങ്ങനെ നോക്കിയിട്ട് ആകാംക്ഷയോടെ നിൽക്കുകയാണ് കേട്ടോ. വറുത്തപ്പോഴൊന്നുമില്ല, വൈകുന്നേരം ആകുമ്പോൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കാണാനേ പറ്റില്ല, അത്രയും തിരക്കാവും കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ വന്ന് തൊഴുതു പോണത്. വൈകുന്നേരത്തേക്ക് നമുക്ക് അമ്പലത്തേക്ക് കയറുക പറഞ്ഞാൽ അത്രയും തിരക്കാവും. പണ്ടൊന്നും ആന ഇറക്കിയിരുന്നില്ല കേട്ടോ, പക്ഷേ ഇപ്പോൾ ആനേനെയൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തത്രങ്കാവിൽ അമ്മ എന്നൊക്കെയാണ് പറയുക കേട്ടോ. മുത്തി എന്നൊക്കെ പറയും. പ്രതിഷ്ഠ ഓരോന്നനുസരിച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ടില്ലേ, ഇവർ തൊഴുതിട്ട് തറയും ഭൂതവും തൊഴുതിറങ്ങുകയാണ്. അപ്പോൾ അവർ കുറച്ച് നേരം അവിടെ ഒരു തറ കുറേ ഗ്യാങ്ങായിട്ടാണ് വന്നിരുന്നത്. കുറച്ച് പേര് അവർ പോയി. അപ്പോൾ വേറൊരു തറ ഇരുന്നിട്ട് കുറച്ച് നേരം അവരവിടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ദൈവത്തിന് മുന്നിൽ അവരുടെ കല കുറച്ച് നേരം കാണിച്ചിട്ട് അതിന് ശേഷമാണ് അവർ പോണത് കേട്ടോ. ഈ തിറകെട്ടിയ ആളെ കുറേ നേരം അവിടെ തിറയാട്ടം നടത്തിയിട്ടാണ് കേട്ടോ പോയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ കുറേ നേരം അത് നോക്കി നിന്നു. അപ്പോൾ അതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത് കേട്ടോ. നമ്മുടെ നാട് അല്ലെങ്കിൽ വെള്ളുവനാടൻ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഈ തിറയും ഭൂതവും കേട്ടോ. ഇവർ വന്നില്ലെങ്കിൽ എന്താ വരാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാംക്ഷയോടെ വീട്ടിൽ കാത്തിരിക്കും കേട്ടോ, വിളക്കും അരിയും പൂവൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവരെ കാണാതായപ്പോൾ കുട്ടികൾ തിരഞ്ഞു പോയിട്ടാണ് കേട്ടോ കൂട്ടിയിട്ട് വന്നത്. ഞങ്ങൾ കുറേ നേരം അവിടെ അമ്പലത്തിൽ നിന്നു. അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പുറത്തോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞൊരു
എന്താ പറയുക, നിറയെ വളകളും കുപ്പിവളകളാണ് കേട്ടോ ഫുള്ളും നിരത്തി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുപോലെ ഉത്സവം എന്ന് പറയുമ്പോൾ പൊരി മുറുക്കൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കരിവേഷങ്ങൾ കെട്ടുകയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. വേലയ്ക്കും പൂരത്തിനും ഞങ്ങളുടെ നാട്ടിൽ കുട്ടികളൊക്കെ വേഷങ്ങൾ കെട്ടും കേട്ടോ. ഇങ്ങനെ കെട്ടിയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് നമ്മൾ അമ്പലത്തിൽ കൊടുക്കുകയോ ഒക്കെയാണ് കേട്ടോ കൂടുതൽ ആളുകളും ചെയ്യുക. ചിലവർ എടുക്കും, അല്ലാത്തവർ വഴിപാട് പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ വേഷം കെട്ടിയിട്ട് വീടുകൾ തോറും പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീട്ടുകാർ കാശ് കൊടുക്കും. ആ കാശ് അമ്പലത്തിൽ ദേവിക്ക് വേണ്ടിയിട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അത് കണ്ടില്ലേ എന്ത് ഇങ്ങനെയൊക്കെ നല്ല നല്ല വേഷമൊക്കെ കെട്ടി വീടുകൾ തോറും അവർ പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം വീട്ടിലൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് മുളകൊക്കെയാണ്, ചിലർ സാരിയൊക്കെ കൊടുത്താൽ പെൺവേഷമൊക്കെ കെട്ടിയിട്ടൊക്കെ വരും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. പപ്പൂസിനും തുമ്പിക്കും ഓരോന്ന് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഓരോ കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഇങ്ങനെയൊക്കെയാണോ? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഈ പോലൊന്നും ആവില്ല കേട്ടോ. വൈകിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല, പൂര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ പാറപ്പുറത്താണ് ഞങ്ങൾ വന്നിരിക്കാറ്. മുമ്പ് കാണിച്ചെന്നില്ല തെറയമ്പൂതം വരുന്ന വഴി, അവിടെ പാറപ്പുറത്ത് വൈകുന്നേരത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ പൂരം മൊത്തം കണ്ട് പോവാട്ടോ. കുറേ നേരം ഒന്നും ഇരിക്കില്ല, കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അറിയുന്ന ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു. ആ ഏട്ടൻ്റെ അടുത്ത് അപ്പൂസിനും തുമ്പിക്കും കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കമ്മലുകളും അതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ പൂരപ്പറമ്പിൽ നല്ല വിലയല്ലേ, ഒരു സാധനം എടുത്താൽ തന്നെ നല്ല വിലയാവും. അത് പുറത്ത് കടയിൽ നമുക്ക് ഇത്ര വില ഉണ്ടാവില്ല. പക്ഷേ കുട്ടികൾക്ക് അത് കാണുമ്പോൾ നമുക്ക് പൂരത്തിന് വാങ്ങിയതാന്ന് പറയാൻ എല്ലാവരും വാങ്ങും കേട്ടോ. ആരും വാങ്ങാത്തവരായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. വില കൂടുതലാണെച്ചാലും കുറവാണെച്ചാലും എന്തായാലും എല്ലാവരും വാങ്ങും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിനൊക്കെ ചുറ്റിക്കറങ്ങി നടന്നതിന് ശേഷം അവർ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് മുകളിലോട്ട് കയറി. അതിനുശേഷം വേറൊരു അമ്പലത്തിൽ തേരായിരുന്നു കേട്ടോ, സുബ്രഹ്മണ്യം കോവിൽ. അവിടെയും കൂടെ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. വീടിനടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് സുബ്രഹ്മണ്യം കോവിൽ. അവിടെ ഇന്നലെ രാത്രി തേരായിരുന്നു, പകൽ തേരാണ് കേട്ടോ. അത് അമ്പലത്തിൻ്റെ നമ്മൾ ആദ്യം പോയ അമ്പലത്തിൻ്റെ കവാടാണ് കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ ചുറ്റുമതിലും അതൊക്കെ വെച്ചിട്ടോ. നല്ല ഭംഗിയാണ്. ഇപ്പോഴും നല്ലൊരു ചെറിയ അമ്പലമാണെങ്കിലും പുറത്ത് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ആരെങ്കിലും ഞങ്ങളുടെ നാട് കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ.